സംസ്ഥാനത്തെ പുതുക്കിയ കീം ഫലം പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേരുന്നുണ്ട്. ഹാൻസ്, നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു അപ്പീലുമായി മുമ്പോട്ട് പോകില്ലെന്നും ഇന്ന് തന്നെ ഫലം പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും മനീഷ്, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കൂടി നേരത്തെ പ്രസിദ്ധീകരിച്ച കീം പരീക്ഷാ ഫലം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ ഏറെ തിടുക്കപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് കീമിന്റെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ റിസൾട്ട് പ്രകാരം വളരെയധികം മാറ്റങ്ങൾ റാങ്ക് ലിസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. യോഗ്യത നേടിയത് നിലവിൽ ഈ കീമിന്റെ എൻട്രൻസ് പരീക്ഷാ ഫലം അനുസരിച്ച് 76,230 പേരാണ് യോഗ്യത നേടിയിരിക്കുന്നത്. പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ആകപ്പാടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായും കഴിഞ്ഞ തവണ ഇതിന്റെ ഈ കീമിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ 5ാം സ്ഥാനം, സംസ്ഥാന തലത്തിൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ 5ാം സ്ഥാനം ലഭിച്ചിരുന്ന ജോഷ്വ ജേക്കബ് തോമസിന് ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 1ാം സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ 1ാം സ്ഥാനം ലഭിച്ചിരുന്ന എറണാകുളം സ്വദേശിയായിട്ടുള്ള ജോൺ ഷിനോജ്, അദ്ദേഹം 7ാം സ്ഥാനത്തിലേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ വളരെയധികം മാറ്റത്തോടു കൂടിയാണ് പുതുക്കിയ കീം എൻട്രൻസ് പരീക്ഷാ ഫലം ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആദ്യ 100 റാങ്കിൽ സംസ്ഥാന സിലബസിൽ പഠിച്ചവർ 21 പേർ മാത്രമാണ് പുതുക്കിയ ലിസ്റ്റിലുള്ളത്. പക്ഷേ അതേസമയം കഴിഞ്ഞ ദിവസം ജൂലൈ 1 സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ 43 പേർ ഉൾപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ അടിമുടി മാറ്റങ്ങളോടുകൂടിയാണ് ഇപ്പോൾ പുതുക്കിയ കീം എൻട്രൻസ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇനി മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ ഈ പരീക്ഷാ ഫലത്തിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം മാറ്റങ്ങൾ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. മനീഷ്, ഈ റാങ്ക് ലിസ്റ്റിൽ നേരത്തെ പേര് നേടിയവരാരെങ്കിലും പുറത്തായ തരത്തിലേക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? മനീഷ്, അത്തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 76,230 പേരാണ് യോഗ്യത നേടിയിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മാറ്റമില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആരും പുറത്തായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയുന്നത് 76,230 വിദ്യാർത്ഥികളിൽ പലരുടെയും റാങ്ക് ലിസ്റ്റ് മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 1ാം റാങ്കിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി ഇപ്പോൾ 7ാം സ്ഥാനത്തേക്കും 5ാം സ്ഥാനത്തുണ്ടായിരുന്ന വിദ്യാർത്ഥി 1ാം സ്ഥാനത്തിലേക്കും വരുന്ന സ്ഥിതിയിലാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപകമായ രീതിയിൽ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അല്പസമയത്തിനുള്ളിലോ അല്ലെങ്കിൽ നാളെയോ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും നിലവിലെ റാങ്ക് ലിസ്റ്റ് പ്രകാരം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിന് സമാനമായ രീതിയിൽ തന്നെയാണ്. ആരും പുറത്താക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു സമാധാനമായിട്ടുള്ള ഒരു വിഷയമാണ്, അല്ലെങ്കിൽ അതൊരു പ്രതീക്ഷയാണ് നൽകുന്നത്. മനീഷ്, ശരി. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ.